മല്ലിക എന്നാൽ എന്ത് പണിയായി കാണിച്ചേ? ആ ഡിയുടെ മുന്നില് എന്നെ ഇവിടുത്തെ പാചകക്കാരിയാക്കിയില്ലേ? സ്ത്രീകളെ എന്താ ഒന്നും മനസ്സിലാകത്തല്ലോ സംസാരിക്കുന്നേ. ആ സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിലേ അവര് സ്ത്രീകളെ ഈ സ്കൂളിൽ നിന്ന് തന്നെ ഗെറ്റ് ഔട്ട് അടിച്ചേനെ. മുൻ മാനേജർ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരിറങ്ങി പോകണമെന്ന് പറഞ്ഞാ പോയല്ലേ പറ്റൂ. ആ ഡിയോ എന്ത് ജാടക്കാരിയാ! അധികാരം ഉണ്ടെങ്കിലും ഒരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാതല്ലേ എല്ലാവരോടും തട്ടിക്കേറുന്നേ. എല്ലാവർക്കും അവരുടെ പദവിയും പൊസിഷനും ഒക്കെ തന്നെയാ സ്ത്രീകളെ വലുത്. അത് കയ്യിന്ന് പോയാ അതോടെ തീർന്നുവല്ല. അല്ല മല്ലികെ, ഇനിയിപ്പോ ഭക്ഷണവും ഞാൻ തന്നെ വെക്കേണ്ടി വരുമോ? അത് സാരമില്ല സ്ത്രീകളെ, ഇന്നൊരു ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ. ദേ ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. മല്ലിക എന്താ ഈ പറയുന്നേ? ഞാൻ കണ്ട പിള്ളേർക്കൊക്കെ വെച്ച് വിളമ്പി വാരി ഊട്ടാനോ? ആ, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ദേ എന്റെ സ്ത്രീകളെ, ഇവിടെ കിടന്നിങ്ങനെ കയറ് പൊട്ടിക്കല്ലേ. സ്ത്രീകളെ കേൾക്കയല്ലേ അടിയോ പറഞ്ഞത് ഭക്ഷണപ്പുരയും പാചകം ചെയ്യുന്നതൊക്കെ കാണണമെന്ന്. അവരിവിടെ ഒന്ന് നോക്കുമ്പോഴേ സ്ത്രീകളെ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിൽ സ്കൂളിനെതിരെ ആക്ഷൻ എടുക്കും. ഇതെന്തൊരു വയ്യാവേലിയായി പോയി. ഇതിലും ഭേദം അവരെന്നെ ഇവിടുന്ന് ഗെറ്റ് ഔട്ട് അടിക്കുന്നത് തന്നെയായിരുന്നു. സ്ത്രീകളെ ഇങ്ങനെ പരിഭ്രമിക്കണ്ട. അപ്പുറത്തെ അടുക്കള, എല്ലാ സാധനങ്ങളും പാത്രങ്ങളും ഒക്കെ അവിടെ തന്നെയുണ്ട്. ശകലം ചോറ് വെക്കണം, പിന്നെ ഉള്ള എല്ലാ പച്ചക്കറിയും കൂടെ അരിഞ്ഞിട്ട് ഒരു ഒഴിച്ചുകറി. ആരേലും ചോദിച്ചാ സാമ്പാറാണെന്ന് പറഞ്ഞാ മതി. അയ്യോ, ഞാൻ തനിച്ചോ? ആ മല്ലികയും കൂടി എന്നെ ഒന്ന് സഹായിക്കില്ലേ? സ്ത്രീകളെ അതെങ്ങനെയാ? എനിക്ക് ക്ലാസ് ഇല്ലേ? ക്ലാസ് സമയത്ത് ഞാൻ ഇവിടെ ഒന്ന് അരിയും കൂട്ടാൻ വെച്ചുണ്ടാക്കിയാലേ ഡിഒ എനിക്ക് സസ്പെൻഷൻ അടിച്ചു തരും. എന്റെ കഞ്ഞൂടി മുട്ടി പോവേ. സ്ത്രീകൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ചെമ്പിലോട്ട് കുറച്ച് അരി കഴുകിയിട്. അത് തിളയ്ക്കുമ്പോഴേക്കും പച്ചക്കറി എല്ലാം കൂടെ അരിഞ്ഞ് ഞാൻ പറഞ്ഞോളൂ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ. അതോടെ തീർന്നു കാര്യം. ആ പിന്നെ ഗ്യാസ് ക്ഷാമം ആയതുകൊണ്ടേ വിറകടുപ്പാണെന്നുള്ള ഒറ്റ പാടേ ഉള്ളൂ. അയ്യോ, അതൊന്നും സാരമില്ല. നല്ല ഉണങ്ങിയ വിറക, ഒന്ന് കത്തിക്കിട്ടിയ പിന്നെ നിന്ന് കത്തിക്കോളും. എന്നാ പിന്നെ സമയം കളയാതെ സ്ത്രീകൾ തുടങ്ങിയാട്ടെ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്റെ ഭഗവതി, എന്തൊക്കെ വേഷം കെട്ടിയാലാ ഒന്ന് ജീവിച്ചു പോവാൻ പറ്റ? അടുക്കള കയറി ഒരു ചായ പോലും ഉണ്ടാക്കാത്ത ഞാൻ ഇപ്പൊ സ്കൂൾ പിള്ളേർക്ക് കഞ്ഞിയും കറിയും വെക്കുന്നു. എനിക്ക് ഈ ഗതി തന്നെ വന്നല്ലോ എന്റെ ഭഗവാനെ. ഇപ്പൊ വീണേനെ. എന്റെ ദൈവമേ, ഗ്യാസും ഇല്ല. ഇത് കത്തൊന്നുമില്ല. സ്കൂൾ പിള്ളേർക്ക് ചോറും കറികളും തന്നെ കൊടുക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? വല്ല ബ്രെഡോ ബന്നോ എല്ലാം കൊടുത്താ പോരായിരുന്നു. ഓരോരോ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നു. മനുഷ്യന്റെ തല തെറിക്ക. ഓ, വന്നോ മാനേജർ മാഡം? എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചപ്പോ തൃപ്തിയായല്ലോ. ഏയ്, വേണ്ട വേണ്ട വേണ്ട, വേണ്ടെന്ന് പറഞ്ഞില്ലേ? മാഡം, ഡിഒ വിളിക്കുന്നു.
ആ എന്നാ നീ ഇതരിയ, അപ്പോഴേക്കും ഞാൻ അവരെ പോയി കണ്ടിട്ട് വരാം. അയ്യോ മേഡത്തിനെ അല്ല, ദേവൂട്ടി മേഡത്തിനെ. മേഡം ആണല്ലോ ഇപ്പോഴത്തെ മാനേജർ. ആ നാശം പിടിച്ച സ്ത്രീ സഹായിക്കാൻ വന്നവളെയും തിരിച്ചു വിളിപ്പിച്ചു. എന്തൊരു ഗതികേടാ ഭഗവാനെ. കത്തൊന്നുമില്ലല്ലോ, നാശം. ഉഫ്. ഈ നശിച്ച സ്കൂളിലേക്ക് ഏത് സമയത്താണോ എനിക്ക് കാലെടുത്ത് വെക്കാൻ തോന്നിയത്. ഉഫ്. എന്റെ ദേവി. ഓ മാഡം, ദേവൂട്ടി മാഡത്തിനെ അന്വേഷിച്ചിരുന്നു. എടോ, ഈ ഫയലിന്റെ കാറിൽ കൊണ്ടുവന്ന് വെച്ചേക്ക്. ആ ശരി മേഡം. ഞാൻ ദേവൂട്ടി തന്ന ആ ഫയലൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് വർക്ക്.